ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ എനിക്ക് വിഷമവും. രാധമ്മയുടെ വേണുവങ്ങളുടെ അനുഗ്രഹം ഇല്ലാതെ എന്റെ വിവാഹം എങ്ങനെ നടക്കുന്നത്? അത് ശരിയാണോ? അച്ഛനും അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? ഇതൊന്നും ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ ഞാൻ അത് ചെയ്യുമെന്ന് മനക്കോട്ടെ കെട്ടരുത്. ഇതൊന്നും ഒരിക്കലും നടക്കില്ല. അല്ല, നിങ്ങളെന്താ വിവാഹത്തിന് പോകാതെ ഇങ്ങനെ നിൽക്കുന്നത്? പോയി ഡ്രസ്സ് മാറി ഒരുങ്ങി ഇറങ്ങാൻ നോക്ക്. നിങ്ങളൊരു ടാക്സി വിളിച്ച് വർമ്മസാറിന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ വരുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഋതുമോളെ ആ വിവാഹ വേഷത്തിൽ കാണാൻ പറ്റില്ലടാ. നിന്റെ മനസ്സിന്റെ കട്ടിയൊന്നും ഞങ്ങൾക്കില്ല. അച്ഛാ, അവര് നമ്മളെ ക്ഷണിച്ചല്ലേ. നമ്മൾ പോതിരുന്ന മോശമല്ലേ അച്ഛാ? അച്ഛൻ അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി. എനിക്ക് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. രാധ പറഞ്ഞു കഴിഞ്ഞാ എനിക്കും പറയാനുള്ളത്. ഞങ്ങൾ ഈ വിവാഹത്തിന് വരണില്ല. നീ പോയി വിവാഹം നടത്തി കൊടുക്കോ, നാടത്തിന് ദീപക്കിന് ഏൽപ്പിച്ചു കൊടുക്കോ, എന്താന്ന് വെച്ചാ നിന്റെ ഇഷ്ടത്തിന് ചെയ്യ്. ഞങ്ങളില്ല അങ്ങോട്ടേക്ക്. അച്ഛന്റെ തീരുമാനം അതാണോ? അതെ. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. നീ എവിടേക്കാന്ന് വെച്ചപ്പോ ഞങ്ങൾ എങ്ങോട്ടും ഇല്ല. ശരി, അങ്ങനെ ആവട്ടെ. ദൈവമേ, വർമ്മ സാറോ? വർമ്മ സാർ എന്താ രാവിലെ ഇവിടേക്ക്? അതും ഋതുമോളുടെ വിവാഹ ദിവസമായിട്ട്? അമ്മേ, ഇനിയെങ്ങാനും ദീപക്കുമായിട്ടുള്ള വിവാഹം നടക്കരുതെന്ന് സാറും തീരുമാനിച്ചു കാണോ? നമ്മളോട് അതേക്കുറിച്ച് സംസാരിക്കാൻ വന്നതായിരിക്കോ? ഈശ്വരാ, അങ്ങനെയായിരിക്കണേ. മോളെ വാ. വർമ്മ സാറ് രാവിലെ എന്താ, അതും ഈ വിവാഹ തിരക്കിനിടയില്? ഞങ്ങളൊന്ന് ക്ഷേത്രം വരെ പോയതാ. കയറി വരൂ സാർ, അകത്തേക്ക് ഇരിക്കാം. ഏയ്, അത് സാരമില്ല. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. സാറെന്തെങ്കിലും സംസാരിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? അതെ പ്രിയ, സംസാരിക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ എനിക്കല്ല സംസാരിക്കേണ്ടത്. പിന്നെ ആർക്കാ സംസാരിക്കേണ്ടത്? നിങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാള് കുറച്ചുനാള് നിങ്ങൾക്കൊപ്പല്ലേ ഇവിടെ താമസിച്ചത്. അവൾക്കിപ്പോ രാധമ്മയെ കാണണം, വേണുവങ്കളിനെ കാണണം, അവളുടെ ചേച്ചിയൊക്കെ കാണണമെന്ന് പറഞ്ഞു വാശിയായിരുന്നു. ആര്? പ്രതിക മോളോ? അതെ, ഞങ്ങള് ക്ഷേത്രത്തിലേക്ക് പോയതാ. തിരിച്ചു വരുന്ന വഴി ഇവിടെ വന്ന് രാധമ്മയും കണ്ട് നിങ്ങളെല്ലാവരെയും കണ്ട് അവൾക്ക് യാത്ര പറയണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോ ഞാനാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എവിടെ? ഞങ്ങളുടെ ഋതുമോൾ എവിടെ? ഋതികേ,
അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വരുന്നില്ലേ? യാത്ര ചോദിക്കാൻ വന്നതല്ലേ? ചോദിച്ചിട്ട് പൊയ്ക്കോ. രാധമ്മയും വേണുവെങ്കിലും എന്താ ഒരുങ്ങാതെ നിൽക്കുന്നെ? നിങ്ങൾ എന്റെ വിവാഹത്തിന് വരുന്നില്ലേ? രാധേ, എടീ, മോളെ മറ്റൊരാളെ വിവാഹം കഴിക്കുന്ന കാണാൻ രാധമ്മ എങ്ങനെയാ മോളെ അങ്ങോട്ട് വരുന്നത്? മോള് രാധമ്മയുടെ മരുമോളല്ലേ? മോള് ഈ വീട്ടിലെ അല്ലേ? മോളെ എങ്ങനെയാ രാധമ്മ അവിടെ വന്ന് വിവാഹ വേഷത്തിൽ കാണുന്നത്? രാധമ്മേ, പ്രതികെ വാ. രാധമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. രാധമ്മ എന്റെ വിവാഹത്തിന് വരാതിരിക്കരുത്. രാധമ്മ വരണം. രാധമ്മ മാത്രല്ല, വേണമെങ്കിലും പ്രിയ ചേച്ചിയും വരണം. എല്ലാവരും വരണം. നിങ്ങൾ ആരും വന്നില്ലെങ്കിൽ എനിക്ക് വിഷമവും. രാധമ്മയുടെ വേണുവങ്ങളുടെ അനുഗ്രഹം ഇല്ലാതെ എന്റെ വിവാഹം എങ്ങനെയാ നടക്കുന്നത്? അത് ശരിയാണോ? രാധമ്മ കരയില്ലേ? രാധമ്മ കരഞ്ഞ ഞാനും കരയും. അകലെ